നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത ചില കാഴ്ചകൾ കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനും ഇതങ്ങനെ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളത് മഹീന്ദ്രയുടെ മഹീന്ദ്ര റിസർച്ച് വാല്യൂയിലാണുള്ളത്. ഒരു ഇലക്ട്രിക് വാഹനം ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ പ്രൊസീജിയറിലൂടെയാണ് അത് കടന്നു പോകുന്നത്, അതിനെന്തൊക്കെ കാര്യങ്ങളുണ്ട് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നാം കാണിക്കാൻ പോകുന്നത്. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ 2 ഇലക്ട്രിക് വാഹനങ്ങളുടെ ലോഞ്ചുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ എത്തിയത്. അതിൻ്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ആ വാഹനങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ, പിന്നിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ടയറാണ്. ടയർ നമ്മൾ ആപ്പിൾ കടിച്ച പോലെ മുറിച്ച് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇത് ടയർ, ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കൊരു ഫോം കാണാം. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ NVH വേണ്ടി കുറക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു 3 to 4 dB വരെ ഒരു NVH ലെവൽ, ആ നോയ്സും കാര്യങ്ങളൊക്കെ കുറക്കാൻ ഇങ്ങനെ ഫോം വെച്ചുകൊണ്ട് മനസ്സിലാവും എന്നുള്ളതാണ്. പിന്നെ അത് അലോയ് വീല് ശരിക്കും നമ്മൾ പുറത്തുനിന്ന് മാത്രമേ കാണാറുള്ളൂ. പക്ഷേ ഇത് ഇവിടെ കാണാം, ഇങ്ങോട്ടൊക്കെ കയറി നിൽക്കുന്ന ആ ഒരു യെല്ലോ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ അലോയ് വീലിൻ്റെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടയർ ഉണ്ടാവുക. അതിൻ്റെ വിടുത്ത്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. 2 ടൈപ്പ് ഓഫ് അലോയ് വീലുണ്ട്. അത് രണ്ടും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം ഇതാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, കുറേ ആൾക്കാർക്ക് അറിയുന്നൊരു കാര്യമാണ്. എന്നാൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ കാണിക്കാം. ഇനി ഇതാണ് സ്റ്റിയറിംഗ് വീലിൻ്റെ ഭാഗം വരുന്നത്. ഡിവൽ പിനിയൻ റാക്ക് അസിസ്റ്റ് വിത്ത് VGR എന്നുള്ള ഒരു സെറ്റപ്പിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ മുകളിൽ ഇവിടെ നിന്നാണ് നമുക്ക് ഇനി സ്റ്റിയറിംഗ് വീലിൻ്റെ ആ ഒരു സ്റ്റിയറിംഗ് കോളവും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വരിക. ഇത് നമ്മളുടെ വീലിലേക്ക് പോകുന്ന കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതാണ് ഇവിടെ ഏറ്റവും പുതിയ ടെക്നോളജി. ഇൻഗ്ലോ എന്നാണ് ഇതിൻ്റെ പേര്, അതായത് ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം. ഇപ്പോൾ സാധാരണഗതിയിൽ ചില വാഹനങ്ങൾ ഈ IC എഞ്ചിൻ ഉണ്ടായിരിക്കും, അതേ സാധനം തന്നെ നമ്മൾ എടുത്തിട്ട് EV ആക്കും. ആ സമയത്ത് സംഭവിക്കുന്നത് ചിലപ്പോൾ ഒരു ഫ്രണ്ട് എഞ്ചിൻ ആണെങ്കിൽ ഈ ഒരു ഭാഗത്ത് എഞ്ചിൻ ഫിറ്റ് ചെയ്യുക, ഇവിടെ ബാറ്ററി ഫിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബോൺ ഇലക്ട്രിക് ആണ്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ഷൻ ബാക്കിലാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ ടോർക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വാഹനത്തിന് എഫക്റ്റീവ് ആവും. ഇപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെന്നെങ്കിൽ അത് പറ്റില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കാണാം. ഇതിപ്പോൾ ഒരു പുതിയ ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ മഹീന്ദ്ര ഇതിൽ അവകാശപ്പെടുന്ന ഒരു കാര്യം ബെസ്റ്റ് ഇൻ ക്ലാസ് ട്രാവൽ എന്നാണ്, അതായത് സസ്പെൻഷൻ ട്രാവൽ. അതുകൊണ്ട് തന്നെ കംഫർട്ട് ലെവൽ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇവിടെ ആയിരിക്കും ഇതിൻ്റെ പവർ ട്രെയിനും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. നമ്മൾ കാണാറില്ല അതുപോലത്തെ കൺട്രോൾസും അങ്ങനത്തെ മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ഇവരുടെ ബാറ്ററി പാക്കിനെ കൊടുക്കാറുള്ളത്. ഇനി തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മോട്ടറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിസ്ക് ബ്രേക്കും അതുപോലത്തെ വീലിലേക്കുള്ള കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. നൈസ്. ഇങ്ങനെയാണ് ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോം ഉണ്ടാവുക. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഇൻഗ്ലോ എന്ന് പറയുന്ന ടെക്നോളജി, അതായത് ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം ഇതാണ്. മറ്റൊരു കാര്യം മഹീന്ദ്ര ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇല്ലുമിനേറ്റിംഗ് ഇൻഫിനിറ്റി സൺറൂഫ്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡൈനാമിക് ഇല്ലുമിനേഷനോട് കൂടിയിട്ടുള്ള റൂഫ് എന്നാണ് പറയുന്നത്. അത് ഇങ്ങനെയാണ് വരിക. അതായത് നമ്മൾ കാണുന്ന സമയത്ത് ഒറ്റ പാറ്റേൺ ആയിരിക്കും. ഔട്ടർ ഗ്ലാസ്, PVB ഷീറ്റ്, പാറ്റേൺ PVB ഷീറ്റ്, ഇന്നർ ഗ്ലാസ്, ടോട്ടൽ ഗ്ലാസ്, ഇങ്ങനെയായിരിക്കും ഗ്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു അസംബ്ലിയാണ് ഈ കാണിച്ചേക്കുന്നത് എന്ന് മാത്രം. ഇനി നമ്മൾ പോകുന്നത് ഇലക്ട്രിക് പവർ ട്രെയിൻ ഡെവലപ്മെൻറ്റ് സെൻറ്ററിലാണ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. വാ. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ബാറ്ററിയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ബാറ്ററി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ ബാറ്ററി ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതായത് വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം, ഞാൻ നേരത്തെ പ്ലാറ്റ്ഫോം കാണിച്ചില്ല, അതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു ബാറ്ററിയാണ് നമ്മൾ ഘടിപ്പിക്കാറുള്ളത്. പക്ഷേ ആ ബാറ്ററി എങ്ങനെയാണ് അസംബിൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 79 kWh ഒരു ബാറ്ററി പാക്കാണ്. അതായത് ഈ സംഭവം ഉണ്ടല്ലോ ഇപ്പുറത്ത് കണ്ടേ, ഇതിൻ്റെ യഥാർത്ഥ രൂപം ഇങ്ങനെയാണ്. ഇതിനകത്ത് മൊഡ്യൂളുകളായിട്ടാണ് ബാറ്ററിനെ ക്രമീകരിച്ചിട്ടുള്ളത്. 1 മൊഡ്യൂൾ, 2 മൊഡ്യൂൾ, 3 മൊഡ്യൂൾ, 4 മൊഡ്യൂൾ, അങ്ങനെ 8 മൊഡ്യൂൾസ് ഇതിനകത്തുണ്ട്. ഇനി ഈ മൊഡ്യൂൾ എങ്ങനെയുള്ളതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മൊഡ്യൂൾ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, ബാറ്ററി എന്ന് പറഞ്ഞാൽ സെൽ ബൈ സെല്ലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ലിഥിയം അയൺ ബാറ്ററിയുടെ സെല്ലുകളാണ്, ഒന്നും മാത്രമേ ഡാമേജ് ആവുള്ളൂ, ഒരുമിച്ച് ഡാമേജ് ആവില്ല എന്നൊക്കെ പറയില്ല. അതിൻ്റെ റിയൽ റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നത്. ഇതാണ് ഒരു സെല്ല്, അതായത് ഒരു ബ്ലേഡ് സെല്ലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ മൊഡ്യൂൾ ആക്കിയിരിക്കുന്നുണ്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 16 തോന്നുന്നത്. എണ്ണുമ്പോൾ കണ്ണുതാവുന്നുണ്ട്. 16 ആ ഒരു ബ്ലേഡ് സെല്ലുകൾ വെച്ചിട്ടാണ് ഒരു മൊഡ്യൂളിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൺട്രോളുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് മൊഡ്യൂൾ, കവർ, സെല്ല്, സൂപ്പർവൈസർ, സർക്യൂട്ട്, അങ്ങനെ ഉണ്ട്. അതൊക്കെ അതിനുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ വായിക്കാൻ കഴിയും. ഇങ്ങനെയാണ് ഒരു ബാറ്ററി പാക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ നമ്മൾ കണ്ടില്ലേ, അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ,
കവർ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സംഭവത്തെ ഇതേപോലത്തെ ഒരു ഫ്രെയിമിലേക്കാണ് സെറ്റ് ചെയ്യുക. അങ്ങനെ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു കൂളിംഗ് കവർ ഉപയോഗിച്ചിട്ട് ഇതിനെ കവർ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഒരു ബാറ്ററി പാക്ക് ഉണ്ടാവുന്നത്. ഇനി ബാറ്ററീനെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറയില്ല സെല്ല്, ബ്ലേഡ് സെല്ല്, അതിനകത്ത് കാഥോഡുകൾ ഇങ്ങനെയാണ്. ഇതൊക്കെ ഞാൻ പണ്ട് പഠിച്ചത് കേട്ടോ. അതുപോലെ സെപ്പറേറ്റർ, ഈ സാധനമാണ് കാഥോഡ്, ഇതതിൻ്റെ സെപ്പറേറ്റർ, പിന്നെ ഇതവിടെ ആനോഡിൻ്റെ പൗഡറാക്കി വെച്ചേക്കുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് വശം എനിക്കറിയില്ല, അത് നിങ്ങൾ മനസ്സിലാക്കാം. അതിൻ്റെ ഒരു സയൻറ്റിഫിക് റെപ്രസെൻറ്റേഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാറ്ററി സിസ്റ്റം. അതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് രസമായിട്ട് തോന്നിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അല്ലേ? നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ടെക്നോളജിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ബാറ്ററിയുടെ അസംബ്ലിംഗ് പ്രോസസ്സാണ്. അസംബ്ലി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കുറച്ച് ടെസ്റ്റുകൾക്ക് വിധേയമാക്കും. എക്സ്ട്രീം ചൂടിനകത്തിട്ടിട്ടും എക്സ്ട്രീം തണുപ്പിനകത്തിട്ടിട്ടും ഇത് ടെസ്റ്റ് ചെയ്യണം. അതായത് ഹോട്ട് ആൻഡ് കൂൾ ടെസ്റ്റിങ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് തണുത്ത വെള്ളമാണ്. ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ബാറ്ററി കേട്ടോ. അങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നിശ്ചിത സമയം ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്യും. തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ബാറ്ററി പാക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ കാണാൻ പറ്റും. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വൈബ്രേഷൻ ടെസ്റ്റാണ്. അതായത് നമ്മൾ കണ്ടല്ലോ അത് കുറേ അലൈൻമെൻറ്റും കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ ടെസ്റ്റാണ് ടെമ്പറേച്ചർ ഹീറ്റിലിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇത് ചേമ്പറാണ്, ഹീറ്റ് ചേമ്പർ. അതിനകത്ത് ബാറ്ററി ഉണ്ടാവും. അതിനകത്ത് ഹീറ്റ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ 3 ടെസ്റ്റിംഗ് പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടിയിലേക്ക് വരുന്ന ബാറ്ററികളെ വണ്ടിക്കകത്ത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടത് ബാറ്ററിയുടെ നിർമ്മാണ രീതിയും അതിൻ്റെ ടെസ്റ്റിങ്ങുമാണ്. ഇനി ഇതിൻ്റെ പ്രവർത്തന രീതിയാണ്. ഇത് ചാർജർ ഇവിടെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു BMS പോലത്തെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അത് ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. അവിടെ കാണാം. ആ കണക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇതാ മോട്ടോറിലേക്ക് വരുന്നു. മോട്ടോർ പ്രവർത്തിച്ച് വാഹനം മൂവ് ആവുന്നു. ഈ ബാറ്ററി പാക്ക് ഇത് 79 kWh ബാറ്ററി പാക്കാണ്. ഇനി അതേപോലെ തന്നെ ബാറ്ററി ഹീറ്റർ, അതുപോലെ തന്നെ അങ്ങനെ AC കംപ്രസർ കാര്യങ്ങൾ, അതിനൊക്കെ ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ട് പ്രവർത്തിപ്പിക്കുന്ന രീതി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തും കൂടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സംഭവം. നല്ലൊരു ഇൻഫർമേഷൻ കാര്യമായിരുന്നു കേട്ടോ. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു പേഴ്സണലി. നമ്മൾ ഫാക്ടറി ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു ഒരു റിസർച്ച് ആ ഒരു ഏരിയയിലേക്ക് ആദ്യമായിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. നിങ്ങൾക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതാണ് ഒരു വണ്ടിയുടെ വയറിംഗ് സിസ്റ്റം. ഇത് ശരിക്കും B6 എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പുതിയ മോഡലിൻ്റെ വയറിംഗ് സിസ്റ്റമാണ്. ഇതിനകത്ത് 2 ടൈപ്പ് ഓഫ് കേബിൾസ് ഉണ്ട്. ഒന്ന് ഹൈ വോൾട്ടേജും ഒന്ന് സാധാരണ വോൾട്ടേജും. ഈ ഓറഞ്ച് കളറിൽ ഇൻ ബിറ്റ്വീൻ കാണുന്നതൊക്കെ ഹൈ വോൾട്ടേജ് ആർക്കിടെക്ചറാണ്. അപ്പം അതിലാണ് പ്രധാനമായിട്ടും വലിയ കറണ്ട് ക്യാരി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് കറണ്ടൊക്കെ വരുന്ന ആ ഒരു ഭാഗമായിരിക്കും എന്നുള്ളതാണ്. മോർ ദാൻ 2000 സർക്യൂട്ടുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബാറ്ററിയിൽ നിന്ന് പവർ എടുത്തിട്ട് ഹെഡ് ലാമ്പിലേക്ക്, അതുപോലെ തന്നെ വൈപ്പറിലേക്ക്, പവർ വിൻഡോ കൺട്രോളിലേക്ക്, അങ്ങനെ എല്ലാ കാര്യത്തിലേക്കും പവർ കൊടുക്കുന്ന ഇതാണ്. സൺറൂഫിൻ്റെ കൺട്രോളും ഒക്കെ ഇതാണ്. ഇത് ശരിക്കും ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ. പെട്ടെന്ന് കാണുന്ന സമയത്ത് ആ ഒരു കാറിൻ്റെ ആർക്കിടെക്ചറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മറ്റേ ഈറമ്പോ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന അത് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. താഴെ അതേപോലെ തന്നെ ബാക്കി അതിൻ്റെ കൺട്രോൾസും നിങ്ങൾക്ക് കാണാൻ പറ്റും. CRM, IEB അങ്ങനെ തുടങ്ങിയിട്ടുള്ള മൊഡ്യൂൾസും കാര്യങ്ങളും ഒക്കെ. അടിപൊളി കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിനോടൊക്കെ കാറ് പോലെയൊക്കെ അവിടെ സൺറൂഫിൻ്റെ കൺട്രോളൊക്കെ നമുക്ക് വേഗം മനസ്സിലാവും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ചതിൻ്റെ ഏറ്റവും വലിയ ഗുണം എനിക്ക് തോന്നുന്നത് അതാണ്. ഏതൊക്കെ ഭാഗത്തേക്ക് ഏതൊക്കെ കൺട്രോളാണ് പോകണമെന്നുള്ളത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ലൈറ്റിംഗ് ഫങ്ഷൻസിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അതിലൊന്നാമത്തെ ഇപ്പം ടെയിൽ ലാമ്പ്. ഇതാണ് ടെയിൽ സിസ്റ്റം. ഇതിനകത്ത് 3 ലെവലിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഈ ഒരു ഫ്രണ്ട് ഭാഗം. പിന്നെ അതുപോലെ തന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ടേൺ ഇൻഡിക്കേറ്ററും സ്റ്റോപ്പ് ലാമ്പും വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത്. മൊത്തത്തിൽ 4 പാർട്ടാണ്. കവറുണ്ട്, 1, 2, 3, 4. ഇതിൻ്റെ ടെയിൽ ഫംഗ്ഷൻ, അതായത് പുറത്ത് കാണുന്ന നമ്മുടെ കവറ്. അതിന് തൊട്ട് ബാക്കിലത്തുള്ള ആ ഒരു വരി ഇതാണ്. ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റോപ്പ് ലാമ്പും ഇൻഡിക്കേറ്ററുമാണ്. ഇവിടെ മാത്രം ലൈറ്റ്, ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ഇത് പ്ലെയിൻ ആയിട്ട് കിടക്കണം. തൊട്ട് ബാക്കിലത്തേക്ക് വരുമ്പോഴാണ് ഇവിടേക്ക് വരുന്ന ലൈറ്റുകൾ വരുന്നത്. ആനിമേഷൻ പാർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ലൈറ്റ് കാണാം. ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പിൻ്റെ ഭാഗവും കൊടുത്തിട്ടുണ്ട് എന്നതാണ്. പിന്നെ ഇത് നമ്മളെ കവർ. ഇത് 4 കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് ടെയിൽ ലാമ്പ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് അതേപോലെ തന്നെ ഇവിടെ DRLനും കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഹെഡ് ലാമ്പിൻ്റെയും നമുക്കവിടെ കാണാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. നൈസ്, അടിപൊളിയല്ലേ. ശരിക്കും കുറച്ചുകൂടി ഇൻഡെപ്തായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് കാണാത്തത് ഫ്രണ്ടിലത്താണ് DRL ഫ്രണ്ട് ലൈറ്റിംഗ് സിസ്റ്റം. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ റിയർ ലൈറ്റിംഗ് സിസ്റ്റവും നമുക്ക് കാണാൻ പറ്റും. രണ്ടും വേറെ വേറെ മോഡലിനനുസരിച്ചാണ്. ഇപ്പം ഇത് XEV 9E ആണ് കേട്ടോ. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ BE6E ആണ് ഇത് കൊടുത്തേക്കുന്നത്.